ഈ മഴയത്ത് കുടിക്കാൻ നല്ലൊരു പായസം ഉണ്ടാക്കിയെടുത്താലോ? നല്ലൊരു ചെറുപയർ പരിപ്പ് പായസമായിട്ടോ ഉണ്ടാക്കിയെടുക്കുക. എൻ്റെ ഫേവറേറ്റ് പായസങ്ങളിലൊന്നാണ് ചെറുപയർ പരിപ്പ് പായസം. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചെറുപയർ പരിപ്പാണ്. ഞാൻ 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മുഴുവനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് നല്ലോണം റോസ്റ്റായി കിട്ടേണ്ട. അത് ഒരു പകുതി കുറച്ചൊന്ന് റോസ്റ്റായി വന്നാൽ ഒന്ന് ചൂടായി ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നാൽ നമുക്കിതിൻ്റെ പകുതി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ചൂടായി ഏകദേശം ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ അതിൻ്റെ പകുതി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ പകുതി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി പകുതി നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഒരു കളർ ആവുന്നവരെ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമുക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. മറ്റേത് അലിഞ്ഞിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പായസത്തിന് ചെറിയൊരു കുറുക്കം കിട്ടുകയും ചെയ്യും. ഇനി ആദ്യം ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കിത് കുക്കറിൽ ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. 1 കപ്പ് ചെറുപയർ പരിപ്പായിരുന്നല്ലോ, അതിലേക്ക് 2 കപ്പ് വെള്ളമാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ മതി കേട്ടോ. 2ഉം 3ഉം വിസിലൊക്കെ വന്നാൽ ഇതങ്ങ് അലിഞ്ഞ് നമുക്ക് പായസം കുടിക്കുമ്പോൾ കടിക്കാനൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒറ്റ വിസിൽ മതി. എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 4 അച്ച് വലിയ ശർക്കര ആട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര എടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ചെറുപയർ പരിപ്പൊക്കെ നന്നായിട്ട് വിസിൽ വന്ന് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏതിലാണ് പായസം റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ ശർക്കര ഉരുക്കിയത് അരിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. നമ്മൾ പാലിൽ ചെയ്തെടുക്കലാറെ ഈ ഒരു പായസത്തിന് അതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ വേണം അല്ലേ. ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ്, ആ ഒരു മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 തേങ്ങയുടെ തേങ്ങാപ്പാലാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1-ാം പാലും 2-ാം പാലും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-ാം പാൽ ചേർത്ത് നന്നായിട്ട് തിളച്ച് ഇതുപോലെ വറ്റി വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറുക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്ന ശേഷം മാത്രം വേണം നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1-ാം പാൽ നല്ല തിക്കായിട്ടുള്ള 1-ാം പാലാണ്. 1-ാം പാൽ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്യുക. ഒന്ന് ചൂടായി വന്നാൽ മതി. തിളക്കരുത്. തിളച്ച് പോയാൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ മാറും കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ആയിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ ഏലക്കപ്പൊടി മാത്രം ചേർക്കുന്ന കേട്ടോ എനിക്ക് ചെറുപയർ പരിപ്പ് പായസത്തിൽ ഇഷ്ടം. ചിലർ അതിൽ ചുക്കുപൊടി ചേർക്കാറുണ്ട്. അതേപോലെ തന്നെ ജീരകം ഒക്കെ ചൂടാക്കിയിട്ട്, ജീരകവും ഏലക്കായും ചുക്കും കൂടെ ഒരുമിച്ച് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ചേർക്കാറുണ്ട്. പക്ഷേ ആ ഒരു ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏലക്കപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെറിയൊരു പാനിൽ 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യിലേക്ക് തേങ്ങാക്കൊത്ത് കട്ട് ചെയ്തത് ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് ഏകദേശം റോസ്റ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കണം. മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കളർ ചേഞ്ച് ആയി ഏകദേശം ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരു കളർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പായസത്തിലേക്ക് അങ്ങ് ചൂടോട് കൂടാണ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒതൻറ്റിക് ടേസ്റ്റിലുള്ള ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും ഈ റെസിപ്പി. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാതാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.